ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് വ്ലോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു മിനിയേച്ചർ ജീപ്പിൻ്റെ റിവ്യൂ ആയിരുന്നു ചെയ്തിരുന്നത്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് മിനിയേച്ചർ കളക്ഷൻസിൻ്റെ പാർട്ട് 2. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മിനിയേച്ചർ ബൈക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. മിനിയേച്ചർ ബൈക്ക് എന്ന് പറയുമ്പോൾ KTM RC എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മിനിയേച്ചർ ബൈക്ക്, മിനിയേച്ചർ KTM RC എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ആ ഒരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ട് ആ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പ്, അതിൻ്റെ നോർമൽ RCയിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വീല് നോക്കുകയാണെങ്കിൽ 2 വീലും ഉണ്ടാക്കിയുള്ളത് ഒരു റബ്ബറിൻ്റെ ഒരു ഷീറ്റിലാണ് കേട്ടോ രണ്ടും ഉണ്ടാക്കിയുള്ളത്. അതുപോലെ ഈ ടയറിലായിട്ട് ഇവിടെ എൻ്റെ ഒരു നോർമൽ ഡിസ്ക് ബ്രേക്ക് പോലെ ചെറിയൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ ഹാൻഡിലൊക്കെ നമുക്കിതാ തിരിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ ഒരു ക്ലിപ്പ് ഓൺ ടൈപ്പ് ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു മീറ്റർ കൺസോൾ കാണാം. അതുപോലെ തന്നെ നമ്മൾ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫെയറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. RCയിലൊക്കെ കാണുന്ന നോർമൽ ഫ്രെയിം ഉള്ളിൽ നമുക്ക് ഫ്രെയിം കാണാൻ പറ്റുന്ന ആ ഒരു ഡിസൈൻ ഇവിടെ ആ ഒരു പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട്. ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗിയർ ലിവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയിൻ ഇവിടെ കാണാൻ പറ്റും. ആ ഒരു ചെയിനിൻ്റെ ഡിസൈൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വീലൊക്കെ ഫിക്സഡ് ആണ് കേട്ടോ. നമുക്ക് ഇത് കറക്കാൻ പറ്റില്ല, നമുക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. ആ ഒരു രീതിയിലാണ് വീലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് RCയുടെ ആ ഒരു ടൈൽ ലൈറ്റ് അതേ ഒരു ഡിസൈനിലുള്ള ടൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പർ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈലൻസർ കാണാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാലിപ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു ഡിസൈൻ ഇവിടെയും വരുന്നുണ്ട്. ബ്രേക്ക് പെഡലും കാണാം. അതുപോലെ തന്നെ ആ ഒരു ഫെയറിങ്ങും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഉണ്ടാക്കിയുള്ളത് മൊത്തത്തിൽ പേപ്പർ വെച്ചിട്ടാണ്. പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയുള്ളത്. പേപ്പറിൽ ആദ്യം വണ്ടിയുടെ ആ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുത്തിട്ട് അത് മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്തുള്ളതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. എന്തായാലും വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ പാർട്ട് 3 എന്തായാലും വരുന്നുണ്ട്. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്നായിരിക്കും. ബൈ.